ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗണ്ട് ഓഡിയോസ്. ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു 3-4 ആഴ്ചകളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നമുക്ക് പാടില്ലായിരിക്കുമായിരുന്നു. നമ്മൾ വിളിച്ചവരൊക്കെ അറിയാം, ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് സുഖമില്ലായിരിക്കുമായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പ്രഷറിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ, പിന്നെ ഇച്ചിരി അബ്ഡോമൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോസ്പിറ്റൽ വീട് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴാണ് ഓക്കെ ആയത്. ഇപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയാവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 2 സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത സെറ്റുകളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു സബ് ഊഫർ ഞാൻ മേടിക്കാനിടയായി. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇച്ചിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു സബ് ഊഫർ നമ്മൾ കൂടുതലും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. നമ്മൾ കൂടുതലും ചെയ്യുന്ന JBL സീരീസാണ്. അപ്പോൾ ഒരാൾക്ക് ഇച്ചിരിയും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി ചെയ്യാവുമെന്ന് ചോദിച്ചിട്ട് 12 ഇഞ്ച് സബ് ഊഫർ സെലക്ട് ചെയ്ത് ഓഡിയോക്സ് ഒക്കെ ഞങ്ങൾ തീരുമാനിച്ചാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു വെറൈറ്റി സബ് ഊഫർ കണ്ടു. IGL എന്ന് പറയുന്ന ഒരു സബ് ഊഫർ എടുത്ത് നോക്കിയപ്പോൾ സെയിം ഡിറ്റോ ഓഫ് JBL, ഒരു മാറ്റവും JBL പോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം മേടിച്ച് നോക്കാമെന്ന് ഓർത്തിട്ട് മേടിച്ച് വർക്ക് ചെയ്ത് നോക്കി. പക്ക JBLൻ്റെ അതേ വർക്കിങ്, ഒരു മാറ്റവും. അപ്പോൾ നമുക്കെന്നാൽ ആ ഊഫർ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊന്ന് കാണിക്കാമെന്ന് ഓർത്തു, നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് JBL മേടിക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് പറ്റിയൊരു സ്പീക്കർ എന്ന രീതിയിൽ തന്നെ പറയാം. കാരണം അതുകൊണ്ടാണ് ഞാൻ JBLൻ്റെ ഒരു 1500 ഞാൻ എടുത്ത് സൈഡിൽ വെച്ചേക്കുന്നത്. അപ്പോൾ JBL പിന്നെ ഏകദേശം 5000 രൂപയോളം വിലയുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പോൾ ആ സ്പീക്കർ മേടിക്കാൻ അത്രയും പൈസ ഇല്ലേ, എന്നാൽ ഒരു 10,000-3000 രൂപ ബഡ്ജറ്റ് കയ്യിലുള്ളോ എങ്കിൽ നമുക്കൊരു ഊഫർ മേടിക്കാം ആ JBLൻ്റെ അതേ ഒരു സെറ്റപ്പിൽ. അപ്പോൾ നമുക്കെന്നാൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കെന്നാൽ ഊഫറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതൊന്ന് തുറന്നോട്ടെ. ഇത് നമ്മുടെ JBLാണ്. അത് ഞാൻ വർക്കിങ്ങിന് വേണ്ടി പൊട്ടിച്ചെടുത്താണ്. JBL ഒറിജിനൽ മേടിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതുപോലൊരു അതിൻ്റെ പേപ്പറുകൾ, ഡേറ്റ ഷീറ്റ്, ടെക്നിക്കൽ ഡേറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പേപ്പർ ഉണ്ടാവും. അതിലൂടെ ഒരു വാറണ്ടി കാർഡ് ഉണ്ടാവും. വാറണ്ടി കാർഡിലൊരു സീരിയൽ നമ്പറൊക്കെ ആയിട്ടായിരിക്കും വാറണ്ടി കാർഡ് വരുന്നത്. പിന്നെ അടുത്ത വരുന്ന ഇതുപോലെയാണ് പാക്കിംഗ് വരുന്നത്. ഇതാണ് അതിൻ്റെ വാറണ്ടി കാർഡ്. വാറണ്ടി കാർഡ് എന്ന് പറയുമ്പോൾ അതിൽ ഇതുപോലെ ഒരു സീരിയൽ നമ്പർ, അതായത് ബാച്ച് നമ്പർ ഉണ്ടാവും, സീരിയൽ നമ്പർ ഉണ്ടാവും. ഈ നമ്പർ വെച്ചിട്ട് നമ്മൾ JBLൻ്റെ സൈറ്റിൽ കയറുമോ അല്ലെങ്കിൽ JBLൻ്റെ സർവീസ് സെൻറ്ററിൽ ചെന്ന് കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ജെനുവിൻ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ JBLൻ്റെ സ്പീക്കർ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് IGLുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ കവർ ഞാനൊന്ന് കീറട്ടെ, ഒരു സെക്കൻഡ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളതിൻ്റെ കവർ കീറിയിട്ടുണ്ട്. ഇതാണ് JBLൻ്റെ സ്പീക്കറിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. അപ്പോൾ നമുക്കിനി IGLൻ്റെ ഫ്രണ്ട് നിന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ സ്പോഞ്ച് ഒട്ടിച്ചേക്കണ വരെ കറക്റ്റാണ്, സെയിമാണ്. ഇനി നമുക്ക് IGL ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് IGLൻ്റെ സബ് ഊഫർ. ഇതിൽ യാതൊരു മാറ്റവും ഇല്ല. ഈ ഡസ്റ്റ് ഗ്യാപ്പിൻ്റെ ഔട്ടർ മെഷർമെൻറ്റ് വരെ കറക്റ്റ് സെയിമാണ്. പേപ്പർ കോൺ സെയിം മെറ്റീരിയൽ, ഇത് കണ്ടോ, പേപ്പർ കോൺ ആ ബെൻഡ് ആവുന്നത്, ഈ ബെൻഡ് ആവുന്നത് എല്ലാം സെയിം മെറ്റീരിയലാണ്. സെയിം സംഭവം തന്നെയാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. സെയിം കോപ്പി, പക്കാ കോപ്പി. എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ തന്നെയാണോ ഈ JBLൻ്റെ കോപ്പി അടിച്ച് വിടണമെന്നൊരു ഡൗട്ടുണ്ട്. ഇവർ തന്നെയാണ്. കാരണം വർക്കിംഗ് കേട്ടിട്ട് JBLൻ്റെ എൻക്ലോഷർ നമ്മൾ ചെയ്തേക്കുന്ന 50 ലിറ്ററിൻ്റെ എൻക്ലോഷർ, 49 ലിറ്ററിൻ്റെ എൻക്ലോഷറിലും അതുപോലെ തന്നെ 66 ലിറ്ററിൻ്റെ എൻക്ലോഷറിലും രണ്ടിലും ഞാൻ മാറി വെച്ച് നോക്കി, ഒരു മാറ്റവും ഇല്ല. കറക്റ്റ് JBL ചെയ്യുന്ന പെർഫോമൻസ് പോലെ തന്നെ അതേ പെർഫോമൻസ് ഈ സാധനം തരുന്നുണ്ട്. ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അതേപോലെ തന്നെ പെർഫോമൻസ് തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വശം കൂടി ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ഇതാണ് നമ്മുടെ JBLൻ്റെ ഒറിജിനലിൻ്റെ പുറകിൽ വരുന്ന ബാക്ക് വശം. ഇവിടെ ഒരു QR കോഡ് ഉണ്ടാവും. ഇത് അവരുടെ ഹെർമാൻ്റെ ജെനുവിൻ എന്നുള്ളതിൻ്റെ സ്റ്റിക്കർ, ആ സ്റ്റിക്കറും ഉണ്ടാവും. സീരിയൽ നമ്പർ ഇതിൻ്റെ അതുണ്ടാവും. ഇതിൽ JBL 1500 HI എന്ന് എഴുതിയിട്ടുണ്ട്. 12 ഇഞ്ച് 300 mm ഓട്ടോമോട്ടീവ് സബ് ഊഫർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെയാണ് എംബ്ലം വന്നിരിക്കുന്നത്. IGL സ്റ്റേറ്റ് 1400 എന്നും 12 ഇഞ്ച് 300 mm പവർഫുൾ സബ് ഊഫർ എന്നും ഇതിൻ്റെ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് ഓട്ടോമോട്ടീവ് ആണ്. രണ്ട് ഓട്ടോമോട്ടീവിന് വേണ്ടിയിട്ടാണ്
പിന്നെ ഇതിൻ്റെ RMS പവർ നോക്കിക്കഴിഞ്ഞാൽ 325 വാട്ട് RMS, 1500 വാട്ട് പീക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതും സെയിം ആണ്, 325 വാട്ട് RMS, 1400 പീക്കാണ്. അപ്പോൾ ഇതാണ് സെയിം. പിന്നെ ഇതിൻ്റെ അകത്ത് സീരിയൽ നമ്പർ ഉണ്ട്, ഇതിൻ്റെ അകത്ത് സീരിയൽ നമ്പർ ഇല്ല. പിന്നെ ഇവർ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രജിസ്റ്റേർഡ് ഇൻ ദ ഇന്ത്യ ആൻഡ് ഓർ അതർ കൺട്രീസ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഡിസൈൻഡ് ആൻഡ് എൻജിനീയർഡ് ഇൻ USA, മെയ്ഡ് ഇൻ ചൈന എന്നാണ് കൊടുത്തിരിക്കുന്നത്. വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതും മെയ്ഡ് ഇൻ ചൈനയാണ്, ഇതും മെയ്ഡ് ഇൻ ചൈനയാണ്. രണ്ടും ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റാണ്. പിന്നെ ഇതിൽ എടുത്ത് പറയത്തക്ക ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് നമുക്ക് വിസിബിളായിട്ട് തോന്നുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പെയിൻറ്റിങ്ങിൽ വന്നിരിക്കുന്ന ചെറിയൊരു മാറ്റമുള്ളൂ. ഇത് പക്ക മാറ്റ് ഫിനിഷാണ്, പക്ക മാറ്റ് ഫിനിഷ്. ഈ മാറ്റയിൽ ചെറിയൊരു ഇതുണ്ട്, അത് ചിലപ്പോൾ ഈ പൊടി പിടിച്ചിരിക്കുന്നതിൻ്റെ ആയിരിക്കും. പിന്നെ മാഗ്നറ്റിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ സെയിം സൈസാണ്. ഞാൻ സ്കെയിൽ ചെയ്ത് കാണിച്ചു തരാം. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഔട്ടർ ഒന്ന് മെഷർമെൻ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ സ്റ്റീൽ റോൾ വരുന്നത്. സെൻട്രലൈസ് ചെയ്തു നമ്മൾ 5 ഇഞ്ച് ഔട്ടറാണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് മാഗ്നറ്റിൻ്റെ. ഇതും കറക്റ്റ് 5 ഇഞ്ചാണ് ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ ഔട്ടർ വരുന്നത്. പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കണ്ടറിയാം, 1.5-ന് ഒരു 0.1 കുറവുള്ളൂ ഇഞ്ചിന്. ഇതിനും 1.5-ന് ഒരു 0.1 കുറവുള്ളൂ. മാഗ്നറ്റ് സൈസ് പക്ക സെയിമാണ്. പിന്നെ ഇതിൽ മെയിൻലി വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഗാൽവനൈസ്ഡ് ആണ്. ഗാൽവനൈസ്ഡ് ഇതാണ് ഈ ബാക്കിലും വരുന്ന ഫ്രണ്ടിലും വരുന്ന പ്ലേറ്റ് വരുന്നത്. അതായത് സെൻട്രൽ സ്റ്റമ്പ് വരുന്ന പ്ലേറ്റ് വരുന്നതിന് ഗാൽവനൈസ്ഡ് ആണ്. ഇത് ഗാൽവനൈസ്ഡ് അല്ല, ഇത് ഭയങ്കര ഗ്ലോസി ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. അത് ഭയങ്കര ഗ്ലോസി ഫിനിഷിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉണ്ടാവുമായിരിക്കും. അതായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു ഡിഫറൻസ് ആണ് കേട്ടോ. ചിലപ്പോൾ തുരുമ്പെടുത്തേക്കാം. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. ബാക്കി ടെർമിനൽ ബ്ലോക്ക് വരെ, അതായത് ഇതിൻ്റെ ഈ ടെർമിനൽ വരെ സെയിമാണ്. ടെർമിനൽ അതുപോലെ അതിൻ്റെ ഈ ലീഡ് സെയിമാണ്. ലീഡ് സെയിം എന്ന് പറഞ്ഞാൽ പക്ക അതിൻ്റെ തിക്നെസ് വരെ സെയിമാണ്. പിന്നെ ആ പേപ്പർ കോണിൻ്റെ ബൾജിങ് കാര്യങ്ങൾ എല്ലാം ഒരു മാറ്റമില്ല, പക്ക JBL ഡിറ്റോയാണ്. അപ്പോൾ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ഏകദേശം ഒരു 3000 രൂപ അടുപ്പിച്ച കയ്യിൽ ബഡ്ജറ്റ് ഉള്ളൂ എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാവുന്ന JBL പെർഫോമൻസ് കിട്ടാവുന്ന ഒരു സബ് വൂഫർ. കാരണം എന്ന് വെച്ചാൽ ഡബിൾ മാഗ്നറ്റിലാണ് സബ് വൂഫർ വരുന്നത്. അപ്പോൾ സിംഗിൾ ഓഡിയോക്സ് എടുക്കുമ്പോഴത്തേക്ക് അത് സിംഗിൾ മാഗ്നറ്റാണ്. അപ്പോൾ ഈ ഡബിൾ മാഗ്നറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡബിൾ മാഗ്നറ്റിന് ഇത്രയും ഇതുള്ളതുകൊണ്ട് ഇതിന് എക്സ്മാക്സ് കൂടുതൽ കിട്ടും. അതായത് ഇതിന് മൂവിങ് ഏരിയ കൂടുതലുണ്ട്. മൂവിങ് ഏരിയ കൂടുതലുള്ളതുകൊണ്ട് ഇച്ചിരി കൂടി മറ്റേതിനേക്കാൾ ഇച്ചിരി കൂടി ഡീപ്പായിട്ടുള്ള ബേസിന് എടുക്കാനുള്ള ശേഷി ഡബിൾ മാഗ്നറ്റ് സബ് വൂഫറുകളുണ്ട്. ഇതിനേക്കാളും ഡീപ്പായിട്ട് എടുക്കാനുള്ള ശേഷി ട്രിപ്പിൾ മാഗ്നറ്റ് സബ് വൂഫറുകളുണ്ട്. അതായത് ഇതിൻ്റെ മൂവിങ് ഏരിയ കൂടുതൽ വരുന്നതോറും അതിന് പേപ്പർ കൂടുതൽ പമ്പിങ് എഫക്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം, അതായത് ഡബിൾ മാഗ്നറ്റ് എടുത്താലുള്ള ഗുണം. അപ്പോൾ ഈ ബഡ്ജറ്റിൽ ഡബിൾ മാറ്റ് വരുന്നത് മാഗ്നറ്റ്സ് ലിമോർ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതൊക്കെ സാധാ ഒരു പേപ്പർ കോണാണ്. അതിനെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്ററാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടും നിങ്ങൾക്ക് സിമ്പിളായിട്ടും പോയി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുമെന്ന് പേടിക്കേണ്ട. കാരണം ഓൾറെഡി ഇത് ചൈനയുടെ പ്രൊഡക്ഷനിൽ വരുന്നതുകൊണ്ട് ഇതിനെ അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. JBL-ആകുമ്പോൾ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വരും. ചിലപ്പോൾ ഈ IGL തന്നെ മേക്ക് ചെയ്യുന്ന JBL ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നും വരാം. IGL അല്ല, ഇതുപോലെ കമ്പനികൾ മേക്ക് ചെയ്യുന്ന JBL നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ 5000 രൂപ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് മേടിക്കണേക്കാളും ബെറ്റർ 2000-3000 കൊടുത്ത് ഇതുപോലൊരു സ്പീക്കർ മേടിച്ച് വയ്ക്കുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് സെലക്ട് ചെയ്യാം. ബഡ്ജറ്റ് ഉള്ളവർക്ക് JBL മേടിക്കാൻ കാശുള്ളവർക്ക് JBL തന്നെ മേടിക്കാം. ഇത്രയും ബഡ്ജറ്റ് ഇല്ലേ, ഈ സബ് വൂഫർ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. വർക്കിംഗ് ഞാനെല്ലാം നോക്കിയതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നമ്മൾ ആ സെറ്റിൻ്റെ കൂടെ ഇടുമ്പോഴത്തേക്കും ഇടും. ഒരു 2-3 സെറ്റ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഒന്നും വീഡിയോ ഇടാൻ നമുക്ക് പറ്റിയില്ല. കാരണം ഒന്നാമത് ഹെൽത്ത് ഇഷ്യൂസ്, രണ്ടാമത്തെ കേസിന് നല്ല സ്ട്രെസ്സുണ്ട്. പിന്നെ കുറച്ച് ആളുകൾ ബഹളമായി തുടങ്ങി സെറ്റ് കൊടുക്കാൻ. ചിലർ വിളിച്ച് ഭീഷണി വരെ മുഴക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുകയാണ് നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്ക് എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി സംസാരിക്കാനും പിടിക്കാനൊക്കെ നോക്കണം. പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല ദേഷ്യമുള്ളത്, എനിക്കും ദേഷ്യമുണ്ട്. പിന്നെ ഞാൻ പൊതുവേ ഇച്ചിരി എന്നാ പറയണേ, ക്ഷമ കൂടുതലുള്ള കൂട്ടത്തിലാണ്. ആരെന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാനൊന്നും പ്രതികരിക്കാത്തത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വിട്ടുപോകാതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ല ഇനിയിപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യം ഇല്ല, അല്ല ഇതിന് ടെസ്റ്റിംഗ് കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എറണാകുളത്ത്
2-3 കടകളിൽ ഇത് അവൈലബിൾ ആണ്. സെൻറ്റ് മേരീസ് ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ താഴെ ഒരു കടയിൽ, കടയുടെ പേര് കറക്റ്റ് ഞാൻ ഓർക്കണില്ല, അവിടെ 2-3 കടകളിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡെമോ വേണമെങ്കിൽ കേൾപ്പിച്ച് തരും. അപ്പോൾ സെൻറ്റ് മേരീസിൽ ഡെമോ ഇല്ല, അവർ ജസ്റ്റ് സാധനം കാണിക്കുകയുള്ളൂ. അവിടെ ആംപ്ലിഫയർ ഡെമോ അറിയില്ല, അവിടെ സ്പെയർ പാർട്സ് വയ്ക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ ഡെമോ ഇല്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധനം എടുത്ത് കാണിച്ചു തരും അവർ. അപ്പോൾ നമുക്കൊരു ഏകദേശം പ്രൈസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മേടിക്കാവുന്ന ഒരു യൂണിറ്റുമാണ്. ഇനിയിപ്പോൾ എറണാകുളത്തിന് വരാൻ പറ്റില്ല, ദൂരെയുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഞാൻ മേടിച്ച് വേണമെങ്കിൽ കൊറിയർ അയച്ച് തരാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൊറിയർ ചാർജും കൂടി ആഡ് ചെയ്താൽ ഞാൻ എറണാകുളം പോകുന്ന സമയത്ത് മേടിച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അങ്ങനെ സബ്വൂഫർ തപ്പെടുക്കുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും നോക്കുക. അപ്പോൾ അവർക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പവർ വരുന്നത് 325 വാട്ട് 4 ഓംസിലാണ് ഇതിൻ്റെ പവർ വരുന്നത്. ഇമ്പിഡൻസ് ഞാൻ മീറ്ററിൽ ചെക്ക് ചെയ്താണ്, 4 ഓംസിലാണ് ഇതിൻ്റെ പവർ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 6 ട്രാൻസിസ്റ്റർ മോണോബോർഡൊക്കെ വെച്ച് ചെയ്യുന്ന ആംപ്ലിഫയറിന് പക്കയാണ്. 6 ട്രാൻസിസ്റ്റർ മോണോബോർഡ് അല്ല, നമ്മുടെ 4 മോസ്ഫെറ്റ് ബോർഡിനൊന്നും ഇത് കയറി കൊടുക്കരുത്. 4 മോസ്ഫെറ്റ് ബോർഡിന് ഇത് കയറി കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ്, മോസ്ഫെറ്റിൻ്റെ വോൾട്ടേജ് ഇപ്പോൾ നമ്മൾ 27 വൈൻഡ് ചെയ്യണമെങ്കിൽ 25 ഇട്ട് വൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഹീറ്റ് ആവേണ്ടത്. അപ്പോൾ നമ്മൾ സെറ്റ് ഇതിപ്പോൾ 4 മോസ്ഫെറ്റ് ബോർഡിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രാക്ടിക്കലൈസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ പറയണത്. ഇപ്പോൾ 27 കൊടുക്കുമ്പോൾ നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. ഇത് 4 ഓം ലോഡിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല പവറുണ്ട്, RMS പവറുണ്ട്. പക്ഷേ 6 ട്രാൻസിസ്റ്റർ ബോർഡിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ റൺ ചെയ്യുന്നുണ്ട്. എന്നാൽ മാനിറ്റ് ഞാൻ കുറേ നേരം പ്ലേസ് ചെയ്ത് ഫ്രണ്ടിൽ വെച്ച് നോക്കിയതാണ്, ബോക്സിൽ ചുമ്മാ കമത്തി വെച്ച് നോക്കിയതാണ്. ഹീറ്റിങ്ങോ അതുപോലെ കണ്ടമാനം ഈ ബേണാവണ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും കാര്യം വരുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. കുറേ നേരം വർക്ക് ചെയ്ത് നോക്കിയതാണ്. അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ഈ ഒരു ബഡ്ജറ്റിൽ ഒരു സ്പീക്കർ കത്തിപ്പോയി വൈൻഡ് ചെയ്യണമെങ്കിൽ കൊടുക്കണമെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 1500 രൂപ മേടിക്കും. ആ പൈസയുടെ കൂടെ ഒരു 1000 രൂപ കൂടി കൂടുതലിട്ടാൽ ഈ സാധനം മേടിക്കാം. പുതിയ സാധനം കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം പറയുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുകയായി ടാറ്റാ ബേബി.